നമസ്കാരം. സമാധാന ശ്രമങ്ങൾ ഏറെ നടന്നിട്ടും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ഒരു എടുത്തുചാട്ടത്തിന് ലോകം ഇന്ന് വലിയ വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അടക്കം ഉന്നത നേതാക്കളെ വധിച്ചതിലൂടെ കലിപൂണ്ട ഇറാൻ തങ്ങളുടെ ചുറ്റിലും മിസൈലുകൾ പായിക്കുകയാണ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ ടെഹ്റാനും വൻ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിയും തിരിച്ചടിയുമായി മുന്നേറുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പകുതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാലയളവിൽ ലോകം ഉറ്റുനോക്കുന്നത് ഈ മേഖലയിലെ സമാധാനം പൂർണ്ണമായി തകരുമോ എന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർപ്രൈസ് പ്രസ്താവനയും അമേരിക്കയുടെ സൈനിക നിലപാടുകളും ഈ ചർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ്. ആദ്യവാരത്തിൽ മിസൈൽ ആക്രമണങ്ങളിലും വ്യോമാക്രമണങ്ങളിലും ഒതുങ്ങിനിന്ന യുദ്ധം ഇപ്പോൾ കൂടുതൽ വ്യാപകമായിരിക്കുകയാണ്. ടെഹ്റാൻ തങ്ങളുടെ സഖ്യകക്ഷികളായ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നിവരെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നു. ഇതിനു മറുപടിയായി ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ആണവ ഊർജ്ജ നിലയങ്ങളെയും ലക്ഷ്യം വെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി പരാമർശിച്ച സർപ്രൈസുകൾ എന്താകാമെന്നതിനെക്കുറിച്ചുള്ള പ്രതിരോധ വിദഗ്ധർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കുന്ന സൈബർ യുദ്ധം, അല്ലെങ്കിൽ ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രധാന വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ, അതുമല്ലെങ്കിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയോ ഡ്രോണുകളുടെയോ ഉപയോഗം. അതുകൊണ്ടുകൂടി തന്നെ പശ്ചിമേഷ്യക്ക് വരാൻ പോകുന്നത് കറുത്ത ദിനങ്ങളായിരിക്കുമെന്നത് ഉറപ്പാണ്. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഫെലോയായ ജോൺ ഹോഫ്മാൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമുണ്ട്. നിലവിൽ അമേരിക്ക നേരിട്ടിട്ടുള്ള ഒരു കരയുദ്ധത്തിന് താല്പര്യം കാണിക്കുന്നില്ല. എങ്കിലും ഇസ്രയേലിന് ആയുധങ്ങളും ഇന്റലിജൻസ് സഹായവും അമേരിക്ക വൻതോതിൽ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായാൽ മാത്രം US സൈന്യം നേരിട്ട് ഇറങ്ങാനായിരിക്കാം സാധ്യത. ജോൺ ഹോഫ്മാൻ വാദിക്കുന്നത് ഈ മേഖലയിൽ അമേരിക്ക ഇടപെടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കുചേരുന്നത് ആഗോള എണ്ണ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ തുടരുകയും ചെയ്താൽ ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലാതെ ഒരു പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെയാണ്. ആഗോള വിപണിയിലും പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലും ഇത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ആകെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഇറാന് സമീപമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. യുദ്ധം കാരണം ഈ വഴി തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 തൊട്ട് $82 മുകളിലെത്തി. യുദ്ധം ഇനിയും നീണ്ടു പോവുകയാണെങ്കിൽ ഇത് ബാരലിന് $100 അതിന് മുകളിലോ പോകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് പെട്രോൾ, ഡീസൽ വില വർധനവിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 88% ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണവില കൂടുന്നത് രാജ്യത്തിന്റെ വ്യാപാര കമ്മിയും വർദ്ധിപ്പിക്കും. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളം ഇറക്കുമതി തടസ്സപ്പെടുത്തുന്നത് കൃഷിയെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ബസ്മതി അരി, ചായ തുടങ്ങിയവയുടെ പശ്ചിമേഷ്യയിലേക്കുള്ള കയറ്റുമതി നിലവിൽ പ്രതിസന്ധിയിലാണ്. ഏകദേശം 4 ലക്ഷം ടൺ ബസ്മതി അരി തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധം തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വിമാന കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ എന്നിവയുടെ ഓഹരികൾ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതക വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ പാചകവാതകത്തിന്റെയും വൈദ്യുതിയുടെയും വില വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഈ യുദ്ധം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയായി മാറുകയാണ്. യുദ്ധം എത്രയും വേഗം അവസാനിച്ചില്ലെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് പോലും ഇത് കാരണമായേക്കാം. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്ക് മുമ്പിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്ന ഉറച്ച നിലപാടാണ് ഇറാനിലെ പുതിയ ഭരണ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ശത്രുക്കളുമായി യാതൊരുവിധ ചർച്ചയുമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുമ്പോൾ അവർക്ക് പിന്നിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അണിനിരക്കാനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരികയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ നഷ്ടം സംഭവിക്കുക ഇസ്രായേലിന് തന്നെ ആയിരിക്കുമെന്നതും ഉറപ്പാണ്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ തങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് അമേരിക്ക ഈ രാജ്യങ്ങളിൽ വ്യാപകമായി സൈനിക താവളങ്ങൾ തുറന്നിരുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ സുരക്ഷ ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പ്
നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ താവളങ്ങളിൽ പതിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം, സ്വന്തം താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് തങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി നിൽക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. ഹോർമൂസ് കടലിടുക്ക് കൂടി ഇറാൻ അടച്ചതും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ ഇസ്ലാമിക് രാജ്യമായ ഇറാനെ അമേരിക്ക ആക്രമിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇസ്ലാമിക് അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലുള്ളത്. ഇസ്രയേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊന്നതും അവിടുത്തെ കുട്ടികളെ അടക്കം കൂട്ടക്കുരുതി നടത്തിയതും ലോകമെമ്പാടുമുള്ള ജനങ്ങളെപ്പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാരെയും ആഴത്തിലാണ് സ്വാധീനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലും ആഗ്രഹിക്കുന്നതും അമേരിക്കയുടെ പരാജയമാണ്. ചില ജനവാസ മേഖലകളിൽ ഇറാന്റെ ഡ്രോണുകൾ വീണിട്ട് പോലും പ്രതിഷേധം വാക്കുകളിൽ ഒതുക്കുകയല്ലാതെ അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്ന് ഇറാനെതിരെ പോരാടാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടം തയ്യാറാകാത്തതും ഈ ജനവികാരം മാനിച്ചുകൊണ്ട് തന്നെയാണ്. ആവശ്യമെങ്കിൽ കരയുദ്ധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കെ അതിന്റെ ഇരട്ടി വേഗതയിലാണ് ഇറാൻ കരയുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലം ഇറാഖുമായി യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള ഇറാന് കരയുദ്ധത്തിൽ വിജയിക്കാൻ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിൽ പ്രധാനം അവരുടെ കരസേനയുടെ ശക്തി തന്നെയാണ്. രണ്ടാമതായി, മലനിരകളാൽ വലയം ചെയ്യപ്പെട്ട സുരക്ഷിതത്വവും ശത്രുവിന്റെ ചങ്കിടിപ്പിക്കുന്നതാണ്. ഇത് തിരിച്ചറിയുന്ന അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ചെയ്യുന്നത് ഇറാനിൽ വ്യാപകമായി ആക്രമണം നടത്തി സാധാരണക്കാരെ ഉൾപ്പെടെ കൊന്ന് മരണനിരക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇതുവഴി ഇറാന്റെ മനോവീര്യം നശിപ്പിക്കാമെന്നാണ് അവർ കരുതുന്നത്. അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട ഈ മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ ഒരു അഭിമാനം കൂടിയാണ്. ആ താവളം ഇറാൻ ഇതിനകം തന്നെ പലതവണ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യതയാർന്ന ഈ ഇറാൻ ആക്രമണത്തിന്റെ അടിവേര് തേടിപ്പോയാണ് റഷ്യൻ സഹായം അമേരിക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, UAE, സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലാണ് പ്രധാന സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സൈനിക ആസ്ഥാനം, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ, ലോജിസ്റ്റിക്കൽ ഹബ്ബുകൾ, വ്യോമതാവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്കിന് മുന്നോടിയായി അമേരിക്ക തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഇത്രയും കൃത്യതയാർന്ന തിരിച്ചടിയാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇതിനുള്ള തിരിച്ചടിയും ട്രംപ് പ്രഖ്യാപിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.